യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് നിയമനത്തിൽ തർക്കമുണ്ടെങ്കിൽ പരിഹരിക്കേണ്ടത് പാർട്ടിയാണെന്ന് പുതിയ പ്രസിഡന്റ് OJ ജനീഷ് പറയുന്നു. അബിൻ വർക്കി മാധ്യമങ്ങളെ കാണുന്നില്ല, അസ്വാഭാവികത ഒന്നും തോന്നുന്നില്ലെന്നാണ് OJ ജനീഷിന്റെ അഭിപ്രായം. നമ്മുടെ പ്രതിനിധി സൂരജ് അജിക്കൊപ്പം OJ ജനീഷ് തത്സമയം ചേരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയും തുടർന്ന് നാഥനില്ലാത്തൊരവസ്ഥയിൽ യൂത്ത് കോൺഗ്രസ് പോയി വലിയ പ്രതിസന്ധിയിലൂടെയൊക്കെയാണ് കടന്നുപോയത്. പിന്നീട് പുതിയ അധ്യക്ഷനെ കണ്ടെത്താനുള്ള മാരത്തൺ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഉയർന്നു കേട്ട പേരുകളിൽ ഒരാളായിരുന്നു OJ ജനീഷ്. ഒടുവിൽ ആ ഒറ്റ പേരിലേക്ക് നേതൃത്വം എത്തിയിരിക്കുന്നു. ഇന്നലെ പ്രഖ്യാപനവും എത്തി. എന്തായാലും നമുക്കൊപ്പം ചേരുന്നത് OJ ജനീഷാണ്. പാർട്ടി ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. ആ സമയത്ത് അതിന്റെ ചുമതലയിലേക്ക് അമരക്കാരനായി എത്തുകയാണ്. പാർട്ടി പ്രതിസന്ധി ഘട്ടത്തിലെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കേരളത്തിലെ ജനങ്ങളാകെ ഈ സർക്കാരിനെ കൊണ്ട് വലിയ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ആ ഘട്ടത്തിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് നിയമിക്കപ്പെടുന്നത്. അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. പാർട്ടിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ദൈനംദിനമായ രീതിയിൽ അത് നേരിട്ട് മുന്നോട്ട് പോകാനുള്ള ശേഷിയും സംഘടനാ കരുത്തൊക്കെ ഉള്ള പാർട്ടിയാണ്. അങ്ങനെ ഒരു പ്രതിസന്ധിയില്ല. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചും കുറച്ച് ദിവസങ്ങളായി, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിലൊന്നും തന്നെ അതിനൊരു നേതൃത്വത്തിൽ ആരുമില്ല. ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് താഴെത്തട്ടിലുള്ള പ്രവർത്തകരൊക്കെ സംബന്ധിച്ച് വലിയ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. അതൊരു സാഹചര്യം വന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ധാർമ്മികതയുടെ ഭാഗമായി അദ്ദേഹം രാജിവെച്ചു. സ്വാഭാവികമായും അടുത്ത പ്രസിഡന്റ് ആര് എന്നുള്ള ചർച്ചകൾ പാർട്ടിക്കകത്ത് സ്വാഭാവികമായിട്ടും നടക്കേണ്ട ഒരു പ്രക്രിയയാണ്. അതിന് അമിതമായ സമയം വേണ്ടി വന്നു എന്ന അഭിപ്രായമില്ല. അതുപോലെ തന്നെ ഈ അബിൻ വർക്കി എന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഐ ഗ്രൂപ്പ് വലിയ അതിർത്തിയിലാണെന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അബിനെ ബന്ധപ്പെട്ടിരുന്നു? ഞാൻ ഇന്നലെ തന്നെ എന്നോടൊപ്പം നിയമിക്കപ്പെട്ട എല്ലാ പാർട്ടികളും ബന്ധപ്പെട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ തന്നെയും അതെല്ലാം പരിഹരിക്കേണ്ട നേതൃത്വമാണ്. സ്വാഭാവികമായും ഞങ്ങളുടെ നേതൃത്വം അതെല്ലാം പരിഹരിക്കും. നേതൃത്വം എടുത്ത തീരുമാനമാണ്, പാർട്ടി എടുത്തൊരു തീരുമാനമാണ്. അപ്പം സാധാരണ രീതിയിൽ മാധ്യമങ്ങളെ കാണുന്ന ഒരാളാണ്. വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് പ്രതികരിക്കാറുണ്ട്. അത്തരമൊരു വിഷയത്തെ സംബന്ധിച്ച് തന്നെയായിരിക്കും ഞാനും പ്രതീക്ഷിക്കുന്നത്. അതിൽ അല്ലാത്തൊരു പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പാർട്ടി കൂറിൽ എൻ്റെ സഹപ്രവർത്തകരെ സംബന്ധിച്ച് എനിക്ക് യാതൊരു ആശങ്കയുമില്ല. ഈ ഏതെങ്കിലും നേതാക്കൾക്ക് അതിർത്തി ഉള്ളതായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഇതിനുശേഷം വാർത്തകളുടെ തരത്തിലാണ് വരുന്നത്? ഇല്ല, എനിക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു അനുഭവമില്ല. എല്ലാ നേതൃത്വങ്ങളും ബന്ധപ്പെട്ട് എല്ലാവരും വളരെ പോസിറ്റീവ് തന്നെയാണ് സംസാരിച്ചത്. എന്തായാലും നമ്മളോടൊപ്പം ചേർന്ന് പുതിയ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുത്ത OJ ജനീഷാണ്. അദ്ദേഹം കൃത്യമായ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് അബിൻ വർക്കി അടക്കം 10 മണിക്ക് മാധ്യമങ്ങളെ കാണും എന്ന് പറയുമ്പോൾ അദ്ദേഹം അത് മറ്റൊരു തലത്തിലേക്ക് പോകില്ല എന്നുള്ളത് തന്നെയാണ് വിശദീകരിക്കുന്നത്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. ഓക്കെ, താങ്ക് യു സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.